എടാ അലക്സ് കമ്മിറ്റഡ് ആയോ? അവൻ ഓൾറെഡി പെണ്ണും വെച്ചോണ്ടാ വന്നേ. പെണ്ണും വെച്ചോണ്ടാ വന്നേന്നോ? എന്നുവെച്ചാ കമ്മിറ്റഡ് ആയിട്ടാ വന്നേന്ന്. സിറ്റിയിലോട്ടാ? യെസ്. നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തോളൂ. ഇതെന്താ ബൈ വൺ ഗെറ്റ് വണ്ണാ? ഓ മുച്ചിരി ബോസേ, മുച്ചിരി എവിടെ ഉണ്ടാ? മുച്ചിരി മുച്ചിരി എവിടെ ഉണ്ട്? എവിടെ വന്നേ? വെടി വെക്കുന്നുണ്ടാ? വെടി വെക്കുന്നുണ്ടാ? ചുമ്മാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് മാർക്ക്. നിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഞാൻ. വണ്ടി ഒന്നും എടുക്കണ്ട. ഹലോ ഹലോ ഹലോ. ആ പറയണ്ണ. നിന്നെ ഞാൻ ഇപ്പൊ സിറ്റിയിലൊന്നും കാണാറില്ലല്ലോ. സിറ്റിയിലാണല്ലോ. അല്ല ബാക്കി നമ്മളെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും നിന്നെ കാണാറില്ല. ഞാനേ പഠിക്കല്ലേ, ട്യൂഷന് പോയിട്ട് വരൂ. പിന്നെ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ഇതാക്കും, ജിമ്മിൽ പോവും. അപ്പൊ വരൂ, എന്തെങ്കിലും സിറ്റുവേഷൻ ഓടി വരും. ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ അല്ലേ? അല്ല അതെ, ജിം ബോഡി ബിൽഡ് ചെയ്യാ. ബോഡി ബിൽഡ് ചെയ്തോണ്ടിരിക്കാ? അതെ. ട്യൂഷൻ പോകണ്ട. അറ്റൻഡൻസ് കാണിച്ചാ. ഒരു ലീവ് ആയിട്ടുള്ളൂ ഞാൻ ആകെ. സ്കൂളിൽ പോകുന്നില്ല? സ്കൂളിൽ പോയി ഇന്നുച്ച വരെ ഉണ്ടായിട്ടുള്ളൂ. ശനിയാഴ്ച. ആ പിന്നെ എങ്ങനെ പോണു ടിവിയിലെ ജീവിതമൊക്കെ? ടിവിയിലെ ജീവിതം കിടിലല്ലേ? കിടിലം. TDM ഒക്കെ എത്ര നേരം ഗ്രൈൻഡ് ചെയ്യാറുണ്ട്? TDM ഇപ്പൊ 38,000 കില്ലായി. എത്ര നേരം കണക്ക് പിടിക്കുന്ന അങ്ങനെ? 38,000 കില്ലായോ നിനക്ക്? ആ. നീ അതിനകത്ത് ഈ എത്ര നാൾ കൊണ്ട് 38,000 കില്ല്? ഈ പുതിയ TDM വന്നിട്ട്. പുതിയ TDM ഇപ്പൊ അടുത്തല്ലേ? കൊറേ അധികം നേരം രാത്രി കുറച്ച് സമയം എടുക്കുന്നു. അവന് ട്യൂഷന് പോയി വന്നിട്ട് കളിക്കുന്നുള്ളൂ. പിന്നെ പാതി സമയം TDM ഇല്ലായിരുന്നു ആ സമയത്ത്. 32,000 എല്ലാവർക്കും. നിങ്ങൾക്കൊക്കെ എത്ര കില്ലായി? എനിക്കൊക്കെ 10,000. എന്തുവാ 38,000 കില്ലിൽ നിനക്ക് എത്ര കേടിയുണ്ട്? 2.13. പോടാ. എനിക്ക് 12,000 ഉള്ളു കേട്ടാ. എനിക്ക് കുറവാ. നീ എന്ത് TDM ഇരിക്കണ? ആ TDM കളിക്കാ. അവൻ സെറ്റ് TDM കളിക്കാൻ മാത്രമേ. അല്ല ഞാൻ കാര്യം പറയട്ടെ, നീ തത്സമയം ഒന്നും ഇടാറില്ല? ഇടയ്ക്ക് ഇടും TDM കളിക്കാൻ. അല്ല ഈ 38,000 കില്ലേ ബോറടിക്കൂലേ? അല്ല വേറെ അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് നിന്നെ കൊണ്ട്? നിന്നോട് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഇരിക്കാൻ. അത് എടാ നീ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു മുച്ചെറി? അത് ശരിയാണ്. എടാ നീ 38,000 കില്ലൊക്കെ എടുത്താണ് നിന്നെ ടിവിയുടെ സ്ലോട്ടിൽ നിന്ന് റിമൂവ് ചെയ്താൽ നിനക്ക് വിഷമം വരുമോ? എന്തിന് വിഷമം വരൂല? എല്ലാരും മാറ്റണമെന്നല്ലേ പറഞ്ഞേ? അങ്ങനല്ല, നിന്നെ ഒരു 2 മാസത്തേക്ക് 3 മാസത്തേക്ക് നിന്നെ ഇടാതെ മാറ്റി നിർത്തിയ നാടീരം കളിച്ചിരിക്കൂ. എടാ നിന്നെ അതിന്നൊന്ന് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന്ന് മാറ്റാൻ TDM കളയാണ്. ക്ലാസ് 24 മണിക്കൂറൊക്കെ എടാ അല്ല ഞാൻ നിന്റെ അടുത്തൊരു ഡൗട്ടായിട്ട് ചോദിക്കും കേട്ടാ. നിനക്ക് നീ എന്തുകൊണ്ടാണ്, അതായത് നീ ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ചും കൂടെ RP വയസ്സാണേലും സംസാരിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. നീ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, എല്ലാം ചെയ്യണം. നീ എന്തുകൊണ്ടാണ് ഈ സംസാരം മാറ്റിയിട്ട് നിനക്ക് അടി ഫോക്കസ്ഡ് ആവണമെന്ന് തോന്നിയത്? എന്തുകൊണ്ടാ? അതിപ്പോ എങ്ങനെ അറിയാ? അതെ എന്നാലും നിനക്ക് അടിക്കാൻ തോന്നി. അതിനുള്ള കാരണം എന്താണെന്നാ ചോദിച്ചത്. അതെ, തരിപ്പൻസ് ആയോണ്ട് തരിച്ചിരിക്ക. അതെ. പക്ഷെ ലൈനപ്പിലിടുന്ന ഒറ്റ ദിവസവും നിന്നെ കാണാറില്ലല്ലോ. ലൈനപ്പ് വരലുണ്ടല്ലോ. ഒരു ദിവസം ഉറങ്ങിപ്പോയി. ഓക്കെ. മിനാന്ന്
അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഞാൻ അത് കണ്ണാപ്പിൻ ലൈവ് കണ്ടിട്ടാ ഉറങ്ങിയ. സിറ്റുവേഷൻ ആവോന്ന് നോക്കി. കണ്ണന്റെ ലൈവ് കണ്ടിട്ട് അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എന്തായാലും നീ എഫേർട്ട് ഇടുന്നതിൽ സന്തോഷം. പക്ഷെ ബാക്കിയുള്ള നിന്നെ വെയിറ്റ് ചെയ്ത് കുറച്ചു പേര് വെളിയിൽ ഇരിപ്പുണ്ട്, അവരെയും കൂടെ ഇത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഞാൻ സേവേജിന്റെ കൂടെ ഉണ്ടാവലുണ്ടല്ലോ. അങ്ങനല്ലല്ലോടാ, അങ്ങനല്ലല്ലോ. നിന്റെ തൽസം കാണാൻ വേണ്ടിട്ടിരിക്കുന്നവർക്ക് സാവേജിന്റെ കൂടെ അല്ലല്ലോ കാണണ്ടേ, നിന്നെ കാണണ്ടേ. അതിടാ. അപ്പൊ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാതെ മുന്നോട്ട് പോവാ. എന്തായാലും എഫേർട്ട് ഇടുന്നത് നീ നിനക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു PvP പ്ലെയർ എന്നുള്ള രീതിയിൽ നീ നല്ല രീതിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തുറന്നു പറയാം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പറയണം. അത് നിന്റെ എഫേർട്ടിൻ്റെ ആണ്. കഴിഞ്ഞ എല്ലാ വാറിലും നീ കളിച്ച പ്രീ വാറിലും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് 2-3 കില്ല് വെച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു അണ്ണ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ രായ പറയടാ. അണ്ണ റെഡി എന്താടാ? കേറുന്നുള്ളൂ എല്ലാരും കേറിക്കൊണ്ടിരിക്കുക. രായ പേര് മാറ്റിട്ടേക്കുമല്ലേ? ഉറപ്പല്ലേ? പേരെന്തോ നോക്കിയിട്ട് കൺഫേം ചെയ്തെന്ന്. എടാ അതുപോലെ നീലിവിടെ ഉണ്ടോ? നീല് ഹലോ നീലെ, നീ ഇവിടുത്തെ കേടി കേക്കാവോ? നീ കേടി 3.2 ഒക്കെ ആക്കിയെന്ന് പറഞ്ഞ്. ആണാ? എത്ര കില്ലായി നിനക്ക്? 20,000 കില്ല 3.2 ഒക്കെ കേടിയാ? കൊള്ളാം. എടാ എല്ലാരും ബാക്കി എല്ലാം പറയാം. എല്ലായിടത്തും താല്പര്യമുള്ളവരൊക്കെ TDM ഗ്രൈൻഡ് ചെയ്യാം നിങ്ങളോട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഫുൾ ടൈം കുത്തി ഇരുന്ന് ഇതിനകത്ത് കളിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഗൺ പവർ വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ TDM ഗ്രൈൻഡ് ചെയ്യുക. അല്ലാതെ KD ബൂസ്റ്റ് ചെയ്യാനും കില്ല് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ടൈം ഒരുപാട് കളയരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോയിന്റ് 28 അളിയാ. ഞാൻ TDM കളിച്ചിട്ട് പോലും ഇല്ലേ സിറ്റിയിലെ. അലക്സ് എന്തി? അലക്സ് ഹലോ. ഒരു മിനിറ്റ്. നിന്നെ അല്ലടി അലക്സ്, ഇവിടുത്തെ അലക്സ്. അലക്സ് അവിടെ ഓണായി പാട്ട് പാടി തുടങ്ങി. ജിയോ സാവൻ എന്ന് പറഞ്ഞ് തുടങ്ങി. അറിയുന്നുണ്ട്. ഞാൻ ഇവിടെ അലക്സിനെ 2 വട്ടം വിളിച്ചപ്പോ എന്റെ റൂമിൽ അലക്സ ജിയോ സാവനിൽ പാട്ടിട്ട്. അത് കോച്ചിന്റെ കോച്ചിനുണ്ട്. അത് എനിക്ക് ഇവിടെ എങ്ങനെയായി? അവനെന്തി അലക്സ് എന്തി? അലക്സ് നീ എത്ര ആയിക്കില്ലായി? എനിക്ക് 13,000. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നീ അതിനകത്ത് പെറ്റ് കിടക്കുമായിരുന്നു. അതിനകത്ത് അല്ല, നീ അങ്ങനെ അല്ല അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ കാര്യം പറഞ്ഞ ഞാൻ നിന്നെ പറ്റി ഒരു അലിഗേഷൻ അറിഞ്ഞു. നീ ഇവിടെ വന്ന് പാട്ടുപാടി ഏതോ ഒരു പെങ്കൊച്ചിനെ വളച്ച് സെറ്റാക്കിയെന്ന്. ഫ്രണ്ട് ആണല്ലേ? അയ്യോ അലക്സിന്റെ അലുവും അമ്പത്തൂർ കണ്ടിയൊക്കെ എന്ത് ചെയ്യണം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാടാ. അവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ ഇത്രയും പേര് ബ്രേക്ക് പിടിച്ച് വളച്ചു കയറ്റിയത്. അവൻ ബ്രേക്ക് പിടിച്ച് നോക്ക്. അണ്ണന്റെ മുമ്പിൽ മാസട്ടാ വന്നതാ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടാ. അപ്പാപ്പൻ ടർഫ് ചെയ്തിട്ട് വരത്തുള്ളായിരിക്കും അല്ലേ? അപ്പാപ്പൻ ഇവിടെ വാറുണ്ടോ? അപ്പാപ്പൻ അയ്യോ അപ്പനായി പോയി വീണ്ടും. അപ്പാപ്പൻ തോന്റെ മണ്ടയിരിപ്പുണ്ട്. ഏതിന്റെ മണ്ടേ? അതിന്റെ മണ്ടയിൽ. എന്റെ കഴിഞ്ഞ ദിവസത്തോടെ പറഞ്ഞതേ ഉള്ളു. എന്റെ അപ്പാന്ന് വിളിച്ചത്. ഹെലി ഇറക്കണെടുത്ത്. അപ്പൊ കരിക്കിടക്കാൻ എങ്ങനെ ഉണ്ടാക്കിയത്?
അലക്സിനോട് കമ്മ്യൂണിക്കേഷൻ ബ്രോ അതൊക്കെ പയ്യെ സെറ്റ് ആയിക്കോളും അവനൊക്കെ. ഇവിടെ എല്ലാരും ഇവിടെ വന്നപ്പോ ഏബലൊക്കെ വാ തുറക്കുമായിരുന്നു. ആരൊക്കെ ഉണ്ട് ഏബല് ഡസ്റ്റർ ജോക്കി ജോക്കി ഇത് എന്റെ ഉടുപ്പാ ജോക്കി ഇത് ജോക്കി അതിന്റെ പുറകെ പരുന്ത് വാസന്നല്ലേ ജോക്കി ജോക്കി അങ്ങനല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല ജോക്കി വിഷമമായി കേട്ടോ മനസ്സിൽ കൊണ്ട് ജോക്കി അങ്ങനല്ല ജോക്കി ഞാൻ പറഞ്ഞു നീ ഞാൻ തുണിയില്ലാണ്ട് അയ്യോ ഓ അത് പ്രശ്നമാവേ ഷർട്ട് വിടാ ഇല്ല ജോക്കി ചെയ്തിട്ടോ ജോക്കി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം ജോക്കി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും സിറ്റിന്ന് റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു. ജോക്കി ഞാൻ ഇറങ്ങും സത്യം സിറ്റിന്ന് ഇറങ്ങും സത്യം സിറ്റിന്ന് ഇറങ്ങും ജോക്കി ഇറങ്ങും സിറ്റിന്ന് ഇറങ്ങും. അപ്പാപ്പനോട് വന്ന സെറ്റ്. നീ ഇപ്പൊ കാണിച്ച ഷോ എന്തായിരുന്നു അമ്പത്തൂര് ഒന്ന് പറഞ്ഞു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ബ്രേക്ക് നീ നേരെ കൂടെ അതല്ലല്ലോ ഗ്യാങ് ഹൗസിന്റെ എൻട്രൻസ് ഗ്യാങ് ഹൗസിലോട്ടല്ലേ വരുന്നേ. നീ ഷോ കാണിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താൻ നോക്കിയാൽ എനിക്ക് നല്ലതായിട്ട് അറിയാം. പിന്നെ ഗൈസ് നമ്മുടെ കോ ലീഡർ എന്ന് വരത്തില്ല കേട്ടോ. പുള്ളി മലേഷ്യയിൽ ഒരു അർജന്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. പുള്ളിയില്ല പിന്നെ ഈസി ആയിട്ട് നിർത്താം ഈസി ആയിട്ട്. എടാ സാവേജ് എന്തിയാ സാവേജ് ഒന്നും വന്നല്ല സാവേജ് എന്തിയാ സാവേജ് നീ റേഡിയോ കണക്ട് ചെയ്തില്ല റേഡിയോ ഞാൻ റെഡി ഉണ്ട്. ഞാൻ വന്നേ സാവേജ് മാത്രം പറഞ്ഞ സാവേജ് മാത്രം എന്താ ഒരു കുറുകലൊക്കെ ഉണ്ടല്ലോ ശബ്ദത്തിൽ. ജലദോഷം പിടിച്ചടാ. ജലദോഷം പിടിച്ചതിന് മാത്രമാണോ അത്? ആ പിന്നെ നിനക്ക് പെണ്ണ് സെറ്റായെന്ന് പരക്കെ ഒരു കരക്കമ്പി ഉണ്ടല്ലോ ഇവിടെ. അണ്ണാ അതൊക്കെ ചുമ്മാട്ടോ. ഞാൻ അണ്ണനെ പോലെ സിഗ്മയാണ് ഇപ്പോഴും. സത്യം പറ സാവേജ് ഞാൻ സിഗ്മയല്ല. ശരിക്കും പേരെന്താ? ഒലീവിയ. അതെ. എത്ര നാളായി? 1 മാസമായി. എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലടാ. അണ്ണ പറഞ്ഞ വിഷമാവെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പം ഏട്ടത്തി അമ്മയെന്നാ വിളിക്കുന്ന അറിയാമോ? എനിക്ക് പെണ്ണില്ലാതെ ഞാൻ നടക്കുവാനാണോ നിന്റെ വിചാരം? അല്ലല്ല എനിക്കറിയാലോ അണ്ണന്റെ പെണ്ണോട്ട് ഇല്ലേ ഉണ്ടോ അണ്ണാ? പിന്നെ അല്ലാതെ ഇഷ്ടംപോലെ ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അണ്ണ അറിയാമോ ദർശനെ കാണുമ്പോ ഞാൻ ഇപ്പൊ ഏട്ടത്തി അമ്മന്നാ വിളിക്കുന്നത്. അത് വേണ്ട അങ്ങനെ അത് വേണ്ട. എന്താ തറയല്ലേ അണ്ണന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടാത്ത അമ്പത്തൂര് അതീ പോകുന്ന കേട്ടില്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോകുന്ന അമ്പത്തൂര് ഒലിവിയെ എല്ലാരെയും അമ്പത്തൂര് നോക്കാൻ കുട്ടികൾ ടിവിയിൽ നിനക്ക് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെ സെറ്റാക്കണമെന്നാണ് ആഗ്രഹം. ഇവരൊക്കെ ഇങ്ങനെ 24 അതല്ലേലും അങ്ങനെയല്ലേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇവനെ ആർക്കും ഇഷ്ടമല്ല. അണ്ണ അറിഞ്ഞ ആഴ്ച പിടിച്ചവൻ. ഇല്ല അണ്ണ ഞാൻ എന്റെ അണ്ണനെ കണ്ടാ പഠിക്കുന്നത്. ഞാൻ അണ്ണനാണ് അത് വേണ്ട നീ കാണിക്കുന്ന പോക്കൃത്തരൊക്കെ അപ്പൊ എന്നെ കണ്ട് പഠിച്ചെന്ന് നാളെ പറഞ്ഞു നടക്കാനാ. വെള്ളം ചോദിച്ച ഐശ്വര്യ പിടിച്ച് എന്താടാ തമ്മിലടിച്ച് ചത്തായി അടുത്തടിയാണേ. ഹലോ സോറി ഓക്കെ ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലേ
ഡസ്റ്ററോ എന്തൊക്കെയാണ് നിനക്ക് പെണ്ണൊന്നായില്ല ട്രെയിൻ നീ ട്രൈ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടാന്നോ ആരെയാണ് നീ ട്രൈ ചെയ്യണേ അതെ വാസന വാ, ഇങ്ങോട്ട്. വേറെ ആരും പേരല്ലേ വന്ന ആര് വന്നാലും വെടി വെച്ചിടും എനിക്കറിയാം അണ്ണാ പേര് എനിക്കറിയാം വാ ഹലോ അണ്ണാ ആ. നസാനെ നോക്കണം നസാന ഒരു കുറിച്ചുണ്ട് നസേ നസ ആ പോസിറ്റീവ് ആണോ എന്നിട്ട് പറഞ്ഞിട്ട് ആ കുഴപ്പമില്ല സെറ്റാവും തോന്നുന്നു നീ രണ്ട് മോണ്ടേജ് ഒക്കെ എടുത്തൊക്കെ കാണിക്കും ഇവിടെ സിറ്റിയിൽ ഒരു സ്ക്രീനൊക്കെ ഇട്ട് ഇല്ലല്ല അങ്ങനെ വേണ്ട അണ്ണാ ദേ ഇല്ല വേറെ സംസാരിച്ച് ഇമ്പ്രസ് ചെയ്യാൻ എന്തായാലും നിന്നെ കൊണ്ട് പറ്റില്ല നീ അവള് മലയാളിയാണോ ആ മലയാളി നിന്റെ മലയാളം ഭയങ്കര വീക്കാ ഇല്ല ഇല്ല ഞാൻ എന്നാ പറയാം പറ കേക്കട്ടെ മലയാളത്തിൽ ഒരു മിനിറ്റ് സംസാരിച്ച് എന്നോട് കേക്കട്ടെ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടടി നീ വിഷമിക്കണ്ടേ എന്താ നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടടി വിഷമിക്ക വേണ്ട അങ്ങനെ വിഷമിക്ക വേണ്ടല്ല വിഷമിക്കല്ലേ വിഷമിക്കല്ലേ പിന്നെ ഈ എടീന്ന് വിളിക്കുമ്പോ ഒരു സ്നേഹം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും മനസ്സിലായ ഇല്ലണ അടിയെന്ന് വിളിക്കും അങ്ങനല്ല എടാ നീ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണോ ഡാന്ന് വിളിക്കണം ഡാന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ആണുങ്ങളെ മാത്രമല്ല ഡാന്ന് വിളിക്കുന്നേ നമ്മൾ ഈ സ്നേഹത്തോടെ പെണ്ണുങ്ങളെ ഡാന്ന് വിളിക്കാം എന്താടാ കുട്ടാ അല്ല എന്താടാ നിനക്ക് ഞാനില്ലേടാ അങ്ങനെ കെയറിങ് ഫീൽ ചെയ്യണം ഓക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വട്ടം ആ ഓക്കെ അണ്ണാ നാളെ ട്രൈ ആക്കാം ഓക്കെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് അടുത്ത പെണ്ണുപിടി കേസിന്റെ ഇപ്പൊ പോയാ